കേക്ക് വിഷയത്തിൽ മറുപടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. വി.എസ്. സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായ പ്രതികരണമായിരുന്നു, പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല എന്നും കെ. സുരേന്ദ്രൻ വ്യക്തമാക്കി. സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. കാരണം ഞങ്ങൾ കണ്ടത് ഏതെങ്കിലും ഒരു മേയറെ മാത്രമല്ലല്ലോ. ഇത്തവണ 10 ലക്ഷം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും പ്രിൻ്റ് ചെയ്ത് ഞങ്ങൾ വീടുകളും ആരാധനാലയങ്ങളും മതനേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ മേയറെ കണ്ടത് മാത്രം ഒരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അപക്വമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നത്. അല്ല, സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും ഒരു മേയർ മാത്രമല്ലല്ലോ. തൃശ്ശൂരിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എല്ലാവരുടെയും പിന്തുണ കൊണ്ടല്ലേ. കേവലം ബി.ജെ.പി. പ്രവർത്തകരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപിക്ക് വ്യാപകമായ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, മത്സരിച്ച പല പ്രമുഖ നേതാക്കൾക്കും വലിയ തോതിലുള്ള പാർട്ടി വ്യത്യാസത്തിനപ്പുറത്തേക്കുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 20% വോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ സുനിൽകുമാറിന് പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അത് തിരുത്തുന്നതിന് പകരം പരാജയത്തിന് കാരണം തൃശ്ശൂർ മേയറാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഒരു ഇടതുപക്ഷ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സുനിൽകുമാർ വ്യക്തിപരമായിട്ട് ആളുകൾ കാണുന്നതിനെയും സൗഹൃദം പുതുക്കുന്നതിനെയും ഒന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുനിൽകുമാർ തൃശ്ശൂരിലല്ലേ കഴിയുന്നത്? നല്ല ശതമാനം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമല്ലേ. ഒരു ക്രിസ്മസ് ആശംസ സുനിൽകുമാർ നേർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഒരു കേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? ഒരു ആശംസാ സന്ദേശം അദ്ദേഹം കൈമാറിയിട്ടുണ്ടോ? ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? പാലയൂർ പള്ളിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള കരോൾ മുടക്കാനുള്ള നീക്കമുണ്ടായി. സുനിൽകുമാർ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ സുനിൽകുമാർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ടി പോകേണ്ടി വന്നത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്.